मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഈ ഊഞ്ഞാല കളിക്കുന്നത് എത്ര സുഖമുണ്ടല്ലേ. ഓ ഹണി ബണി സർദാർ പോപ്പട്ട്. ഓ എന്നെനിക്ക് വളരെ സന്തോഷമാണ്. അങ്ങനാണോ? നിങ്ങൾക്ക് ഊഞ്ഞാൽ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അയ്യോ പിള്ളേരെ, ഞാൻ ഇതുകൊണ്ടല്ല സന്തോഷപ്പെടുന്നത്. എനിക്കിന്ന് പ്രമോഷൻ കിട്ടി. താങ്ക് യു കുട്ടികളെ. ഇന്ന് നമുക്കൊരു പാർട്ടി എൻജോയ് ചെയ്യാൻ പുറത്തേക്ക് പോകാം. വിചിത്രമായ കാര്യമാണല്ലോ, കഷ്ടപ്പെട്ട് പ്രൊമോഷൻ വാങ്ങിയെടുത്ത മേഡം തന്നെ നമുക്ക് പാർട്ടിയും തരേണ്ടി വരുന്നു. അതെ സുഹൃത്തെ, ഇന്ന് പൊട്ടിയ ഗിറ്റാറിലും നല്ല സ്വരം വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ? നീ ഇവിടെ എവിടെ ഗിറ്റാർ കാണുന്നേ? അതായത് നിന്നെ പോലെ കഴുത പോലും ഇന്ന് ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നു അറിയാൻ വന്നതാ. അതെ, നമ്മള് മാഡത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. എന്ത് ഗിഫ്റ്റ് കൊടുക്കും? മാഡത്തിന് വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടാ. വല്ല ഷോപ്പീസ് കൊടുത്താലോ? ശരിയാണ്, നമുക്ക് മരക്കടയിലേക്ക് പോവാം. ഫർണിച്ചർ ഗിഫ്റ്റ് ആണോ കൊടുക്കാൻ പോകുന്നത്? അടോ, അയാളുടെ പേര് മരമോ മാണിക്കമോ എന്നൊക്കെയാണ്. വരൂ. ആ, നമ്മൾ ആക്രിക്കടയിലാ വന്നതെന്ന് തോന്നുന്നു. എന്തോടോ തനിക്ക് കണ്ണു കാണുന്നില്ലേ? ഈ ആന്റി കട നിനക്ക് ആക്രിക്കടയായി തോന്നുന്നു. സോറി മുതലാളി, ഹണി ഒരു മണ്ടനാ. അപ്പൊ ശരി, ഞങ്ങൾക്ക് ഷോ പീസ് വേണം. പക്ഷെ മരപ്പിടിയുള്ളത് വേണ്ട. എടോ, മരം എന്ന് പറയുന്നത് എന്റെ സർനേമാ. പക്ഷെ സാധനങ്ങളെല്ലാം A1 ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒന്ന് കാണിക്കൂ. നോക്കൂ, ഇവിടെ ഒരുപാട് ആന്റിക്സ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, എന്ത് നന്നായിട്ടുണ്ട്. അതെ. മരമങ്കൾ, ഇതില് 0 കുറച്ച് കൂടിപ്പോയില്ലേ? അല്ലടോ, ഇതൊക്കെ ആന്റിക് പീസാ. വിലയൊക്കെ കറക്റ്റാ. നിങ്ങൾ തെറ്റായ കടയിലേക്കാ വന്നിരിക്കുന്നത്. വേറെ എന്തെങ്കിലും കാണിക്കൂ. ഇവിടെ നിങ്ങൾ എന്ത് കണ്ടാലും നിങ്ങൾക്ക് ഇത്ര സീറോസ് കാണൂ. സാധനം ഇഷ്ടപ്പെട്ട ഞങ്ങള് പണം എത്രയാണെന്ന് നോക്കൂല. എനി ഡൗട്ട്? ഇവിടെ ഡയലോഗ്സ് ഒന്നും പണിയില്ല. വലിയ വലിയ സ്റ്റാർ സാധനങ്ങളിൽ ഞാൻ കാശ് കൈയോടെ മേടിക്കും. മരമങ്കൾ, നിങ്ങൾ ആട് മേയ്ക്കുന്നവനല്ല, മാട് മേയ്ക്കുന്നവനല്ല. സത്യം പറഞ്ഞാ നിങ്ങൾ മരക്കടക്കാരനോ അല്ല. അപ്പൊ ഞാൻ ആരാ? നിങ്ങൾ വലിയ മനുഷ്യന്റെ ഉടമയാ. കാശ് കുറച്ചൊന്ന് കുറയ്ക്കേ. കുറച്ചാലൊന്നും പോരാ, ഒരുപാട് കുറച്ച് തരണം. ഇന്ന് നിങ്ങൾ ഇവിടെ ജോലിക്ക് ചേരാതെ രക്ഷപ്പെട്ടു. അതെ, ഇതിൽ ഒരു സാധനം പൊട്ടിയാലും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആ കാശ് തിരിച്ചുതരാൻ വേണ്ടി ഇവിടെ ജോലി ചെയ്യണം. അതുകൊണ്ടാ പറഞ്ഞേ, വേഗം വല്ലതും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തന്നാ ഞങ്ങൾ അത് മേടിച്ചോണ്ട് ഇവിടുന്ന് പോയിക്കോളാന്ന്. നിങ്ങൾ എനിക്കൊരു ഹിന്റാ നൽകിയത്. ഞങ്ങൾ എടുത്ത ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്. ഇതാണ് മഹാറാണി ടെംപ്റ്റിംഗ് ബോറിന്റെ പൊട്ട്. നിങ്ങൾക്ക് വേണ്ടി വെറും 20,000 രൂപയ്ക്ക് തരാം. അത്ര കോസ്റ്റ്ലി പൊട്ടോ? റാണി പൊട്ട് വെക്കുന്നുണ്ട്, നിങ്ങളെ മുട്ട അടിക്കാന്ന് തോന്നുന്നേ. സുഹൃത്തുക്കളെ, ഇവിടെ നമുക്കൊന്നും കിട്ടൂല. എനിക്കറിയാം എവിടെ കിട്ടുമെന്ന്. ബബ്ബൻ ബബ്ബാലിയുടെ അടുത്ത്. അതല്ലേ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ട ഒന്നും ഇവിടെ കിട്ടില്ലെന്ന്. ബൈ ബൈ.
ബബൻ ബബാലി വല്ല നല്ല ഷോപ്പീസ് ഉണ്ടോ? യെസ്, ബബന് മുമ്പ് ബാലിയും പുറകിൽ പ്രായവും. എവിടെ നോക്കിയാലും ഇവിടെ ഷോപ്പീസ് മാത്രമേ കിട്ടൂ. ജാർ മുതൽ കാറ് വരെ എല്ലാം ഇവിടെ ഉണ്ട്. കോൺഫിഡന്റ് ആയ മനുഷ്യരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എനി ഡൗട്ട്? ചേടാ, കോൺഫിഡൻസിനെ പറ്റിയൊന്നും സംസാരിക്കല്ലേ. അത് എന്റെ അടുത്ത് എത്ര ഉണ്ടെന്ന് വെച്ചാ ഞാൻ വേണമെങ്കിൽ കോഹിനീർ പോലെ തൂക്കി വെക്കും. പക്ഷെ അതൊക്കെ ആര് വാങ്ങാനാ? ഞങ്ങൾക്കൊരു ഷോപ്പീസ് വേണം. അതിലൊരു മാലാക ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കണം. പിന്നെ കയ്യില് ഫ്ലവർ പോട്ടും ഉണ്ടാവണം. അതിൽ ഞങ്ങള് ചെടി വളർത്തും. എടാ മോനെ, ചെടിക്ക് വേണ്ടി എന്തിനാ വെറുതെ ദേവതയുടെ കൈ വേദനിപ്പിക്കുന്ന? അതൊരു ചെടിച്ചട്ടി വെച്ചാ പോരെ. അല്ല, ഇവനെ വിടൂ. നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഷോപ്പീസ് കാണിക്കൂ. വേണ്ട, ഞാൻ മേഡത്തിന് ആ ഷോപ്പീസ് തന്നെ കൊടുക്കണം. ഹണി, വാശി പിടിക്കല്ലേ. സെയിം ഷോപ്പീസ് കിട്ടാൻ പോകുന്നില്ല. അത് ആന്റിക് പീസാ. ഞാൻ ആ ഷോപ്പീസ് കണ്ടതിന് ശേഷം എന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. ചേടാ, നിങ്ങൾ വിഷമിക്കണ്ട. അത് എങ്ങനത്തെ ഷോപ്പീസ് ആണെങ്കിലും ഞാൻ ഇവിടെ എത്തിക്കും. ഏത് കടയിലെ കണ്ടത് പറയൂ. മാണിക്യങ്കിളിന്റെ ആന്റിക് ഷോപ്പിലാ. അപ്പൊ രാവിലെ വന്ന് കൊണ്ടുപോക്കോ. രാവിലെ വരുമെന്നോ? ബബന് മുമ്പ് ബാലി, ബാക്കില് പ്രായം. എന്നെ കൊണ്ട് ഏത് പൂട്ട് വേണമെങ്കിലും പൊട്ടിച്ച് കൊണ്ടുവരാൻ പറ്റും. എടാ മണ്ടന്മാരെ, ഞാൻ കള്ളന്മാരുടെ ബസാറിലെ കട നടത്തുന്നത്. പിന്നെ ഞാൻ എന്താ ബ്രാൻഡ് സാധനം വിൽക്കോ? നിങ്ങൾ നല്ലവനല്ല, വല്ലവനല്ല, ഉത്തമനോ അല്ല. ഓ, അത് നീ പറയണ്ടേ, എനിക്കറിയാം. നിങ്ങൾ കള്ളനാ. അതും എനിക്കറിയാടാ. ഞങ്ങൾക്ക് മോഷണ സാധനങ്ങൾ ആവശ്യമില്ല. പക്ഷെ എനിക്ക് ആ ഷോപ്പീസ് തന്നെ ഗിഫ്റ്റ് ചെയ്യണം. ഹണി, ആവശ്യമില്ലാതെ വാശി പിടിക്കല്ലേ. എനിക്ക് ആ ഗിഫ്റ്റ് കൊടുത്തേ തീരൂ. ഞാൻ ആ ഗിഫ്റ്റ് തന്നെ കൊടുക്കും. ഓക്കേ, മാഡത്തിന് അതേ ഷോപ്പീസ് തന്നെ ഗിഫ്റ്റ് ചെയ്യാം. വരൂ എന്റെ കൂടെ. ചേടാ, വേറെന്തെങ്കിലും വേണം നോക്ക്. ഇത് ആരുടെയോ വർക്ക്ഷോപ്പ് പോലെ ഉണ്ടല്ലോ. അതെ, ഇതെന്റെ ഫ്രണ്ടിന്റെ വർക്ക്ഷോപ്പാ. ഇവിടെ ഷോപ്പീസ് നമുക്ക് തന്നെ റെഡിയാക്കാം. ജനങ്ങൾക്ക് ബുദ്ധി മോശമാവെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നിനക്കോ ബുദ്ധി ഇല്ല. എനി ഡൗട്ട്? ഇതാ ബന്നി. താങ്ക് യു സുഹൃത്തെ. ഇവനാണ് ജോണി. ഇവന്റെ അച്ഛൻ സ്ക്രാപ്പ് ഡീലറാ. വലിയ വലിയ മോളുകള്, ഗാർഡനുകള്, കൊട്ടാരത്തിൽ നിന്ന് സ്ക്രാപ്പ് എടുക്കുന്ന ആളാ. അയാളുടെ കയ്യിൽ നിന്ന് മാലാഖയുടെ തല മേടിച്ചിട്ടുണ്ട്. ഇത് പഴയ ബോക്സർ ബോബി തന്നതാ. അപ്പൊ ബാക്കി ബോഡിയുടെ കാര്യം എങ്ങനെയാ? ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പൈപ്പ് വെച്ച് കൈ ഉണ്ടാക്കാം, സിലിണ്ടർ വെച്ച് ബോഡി, എന്നിട്ട് പ്ലൈവുഡ് വെച്ച് ബേസ്. വരൂ, നമുക്ക് തുടങ്ങാം. ബെസ്റ്റ് ഓഫ് ലക്ക് ഗയ്സ്. നിങ്ങളെ പിന്നെ കാണാം. അനിയ, പൈപ്പ് കിട്ടി. എടോ, നീ എന്താണ് ഇങ്ങനെ ചെയ്ത്? ഹണി ട്രൈ ചെയ്തോണ്ടിരിക്കാണ്. നിന്റെ വാല് കുഴലിലിട്ട നൂരൂലേന്ന്. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ തലയിടുന്ന മാത്രമല്ല, വാല് കൊണ്ടുപോയി വിട്ടാലും നിനക്ക് തന്നെ പ്രശ്നം. ഈ പൈപ്പ് ഒന്ന് എടുക്കൂ. പൈപ്പ് വരുന്നില്ലല്ലോ. സാരമില്ല, വീട് ഇവിടെ ഉണ്ടാക്കാനായിട്ട് വേറെയും പൈപ്പുകൾ ഒരുപാടുണ്ട്. നമുക്ക് അതെടുക്കാന്നേ. എന്ന് വെച്ചാ ഈ പൈപ്പ് എന്റെ വാലിൽ തന്നെ കിടക്കുന്നാണോ? കട്ട് ചെയ്തളയാം. പക്ഷേ വാലില്ലാതെ സോർദാറിനെ കാണാൻ വൃത്തികേടായിരിക്കും അല്ലേ? അയ്യോ വിട്ടിക്കണാപ്പന്മാരെ, വാലിനല്ലേ പറഞ്ഞത്, പൈപ്പിനെയാ പറഞ്ഞേ. അങ്ങനെ ഒന്നും ചെയ്യണ്ട. എല്ലാവരും ചേർന്ന് ഇതൊന്ന് നന്നായിട്ട് വലിച്ചോ. പുറത്തേക്ക് വരും. ആഹാ, കൊള്ളാലോ. സോർദാർ ബോഡിക്ക് വേണ്ടി സിലിണ്ടർ വരെ റെഡിയാക്കി. വേഗോട്ടെ, എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് വരൂ. നീ ഇത് മാത്രമേ എടുത്തോണ്ട് വന്നല്ലോ. എല്ലാവരും അവരുടെ പേഴ്സണാലിറ്റി കേട്ട പോലെ ജോലി ചെയ്യാണ്. Any doubt? ഞാൻ കൈ റെഡിയാക്കാണ്. ബണി കഴുത്ത് റെഡിയാക്കുന്നു. നീ എന്താ ചെയ്യുന്നു പോപ്പോട്ട്? ഞാൻ സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി കുട്ടികളെ, അടിപൊളി ചെയ്യൂ.
ഹണി ആ പ്ലൈവുഡ് താ. നിക്ക് ദേ ഇപ്പൊ തരാം. കഴുതേ. ആ വിളിച്ചില്ല, ദേഷ്യപ്പെടുന്നു. അയ്യോ, ഞാൻ കമ്മിൽ ഒട്ടിപ്പോയി. സോർദാർ, സുഹൃത്തെ, എന്നെ ഈ തടവീത് പുറത്താക്ക്. സ്വാതന്ത്ര്യ പറവകൾ പുറത്ത് സ്വാതന്ത്ര്യമായി പറക്കണം. എന്നെ ഇത് പുറത്തെടുക്ക്. നല്ലത് തന്നെ, ഇപ്പൊ എല്ലാം ശാന്തമാകും. താങ്ക് യു. വാവ്, ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആയിട്ടാ ഉള്ളത്. മാഡം ഉറപ്പായിട്ടും സന്തോഷിക്കും. മാഡത്തിന്റെ മുഖത്ത് ഞാനും സന്തോഷം കാണണം. അയ്യോ, എന്നെ പുറത്തെടുക്ക് പ്ലീസ്. വൗ! ഇത് എത്ര മനോഹരമായിരിക്കുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയതാണ് മാഡം. ഇത് നിങ്ങളെ പ്രൊമോഷനുള്ള ഗിഫ്റ്റാ. ഓ താങ്ക് യു കുട്ടികളെ. ഉണ്ടാക്കിയ ഗിഫ്റ്റ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട അപ്പൊ എന്റെ അധ്വാനം ജയിച്ചു എന്നർത്ഥം അല്ലേ? എനി ഡൗട്ട്? നിന്റെ അധ്വാനോ? അതെ, അധ്വാനം നമ്മുടെ എല്ലാവരുടെയും അധ്വാനമാണ്. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.